കണ്ണൂരിലെ അവയവക്കടത്തിൽ ഇടനില നിന്നിട്ടില്ലെന്ന് ആരോപണ വിധേയനായ ബെന്നി 24-നോട്. യുവതിയുടെ ഭർത്താവ് തൻ്റെ അടുത്ത സുഹൃത്താണ്. 50ഓളം പേരെ അവയവക്കടത്തിന് ഇരയാക്കിയെന്ന യുവതിയുടെ ആരോപണം തെറ്റാണെന്നും ബെന്നി. ചിലവര് പറയും വീട്ടുകാരും അറിയാതെ രാവിലെ ഓപ്പറേഷൻ ചെയ്തിട്ട് പോന്നുകൂടായിരുന്നു. അത് ചില പേഷ്യന്റും അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് അറിയാവുന്നതുകൊണ്ട് അവര് വിളിക്കുമ്പോൾ നമ്മൾ അതിന്റെ നിയമവശങ്ങൾ പറഞ്ഞു കൊടുക്കും. അല്ലാതെ തട്ടിക്കൊണ്ട് പോയി കിഡ്നി എടുക്കുക എന്ന് പറഞ്ഞ് ഇതിന് എന്താ ഈ പറയുന്നത്? അല്ല, അവരെ തട്ടിക്കൊണ്ടുപോയി എന്നതിനേക്കാൾ ഉപരി ഒരു ഏജന്റായിട്ട് കാര്യങ്ങളൊക്കെ നോക്കാനും പൈസ വാങ്ങിച്ചു തരാനും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ആള്. പൈസയെ ഞാൻ മേടിച്ചു കൊടുക്കാമെന്നും പറഞ്ഞിട്ടില്ല, പൈസ നിങ്ങൾക്ക് തരാമെന്നും പറഞ്ഞിട്ടില്ല. ഒരു രൂപ പോലും ഞാൻ കൊടുത്തിട്ടില്ല. അല്ലാതെ വൃക്കയുടെ ബ്രോക്കർ പണിയൊന്നും ചെയ്തിട്ടില്ല. ഈ വൃത്തിയുടെ ബ്രോക്കർ പണി ചെയ്താൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇല്ലില്ല, ഞാൻ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് ഒരു പേഷ്യന്റിന് ഒരു കിഡ്നി കൊടുക്കാനെന്നും പറഞ്ഞ് ഞാൻ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് പോയിട്ടില്ല. ഇല്ലില്ല, അത് അന്വേഷണത്തെ എന്നെ എല്ലാരും വിളിപ്പിച്ചാന്നേ. അതായത് ഈ അനിൽകുമാർ ജയിലിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്താണ്, എന്റെ സുഹൃത്താണ്. നിങ്ങൾ ഭർത്താവിന്റെ സുഹൃത്തായത് കൊണ്ട് മാത്രം പുള്ളിക്കാരി പറയുന്ന ആരോപണമാണോ? ഞാൻ അവിടെ അതാണ് സംഭവം. അവയവ കച്ചവടത്തിന് നിർബന്ധിച്ചുവെന്ന പരാതിയിൽ യുവതിയുടെ ഭർത്താവിനും ഇടനിലക്കാരൻ ബെന്നിക്കുമെതിരെ കേളകം പോലീസ് കേസെടുത്തുവെന്നും ഞങ്ങളുടെ പ്രതിനിധി സജോ ദേവസ്യ റിപ്പോർട്ട് ചെയ്യുന്നു കണ്ണൂരിൽ നിന്ന്. സജോ ദേവസ്യ ഇപ്പോൾ തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സജോ ദേവസ്യ. യഥാർത്ഥത്തിൽ ഈ ഇരകളുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് സജുവിൻ്റെ റിപ്പോർട്ട് കണ്ടപ്പോൾ മനസ്സിലായി. ഇപ്പോൾ ഇടനിലക്കാരൻ അത് നിഷേധിക്കുകയാണോ? SKN ഗുഡ് മോർണിംഗ്. ഇടനിലക്കാരൻ അയാളുടെ വാദങ്ങൾ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം പേരാവൂർ നെടുമ്പോയിൽ സ്വദേശിനിയായ യുവതി 24-നോട് നടത്തിയത്. അവർ പറയുന്നത് വൃക്ക ദാനം ചെയ്യാൻ നിർബന്ധിച്ചു, വൃക്ക വിൽക്കാൻ നിർബന്ധിച്ചു, 9 ലക്ഷം രൂപ പ്രതിഫലം വാഗ്ദാനം ചെയ്തു. അതിനുവേണ്ടി എറണാകുളത്ത് എത്തിച്ചു, കൊച്ചിയിൽ വെച്ച് ടെസ്റ്റുകൾ പൂർത്തിയാക്കി, താൽക്കാലിക മേൽവിലാസം ഉണ്ടാക്കി, അതിനുശേഷം സർജറി ഡേറ്റ് നിശ്ചയിച്ചു. ഭർത്താവിൻ്റെ നിർബന്ധം കൂടി ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഭർത്താവും 8 വർഷം മുൻപ് 6 ലക്ഷം രൂപയ്ക്ക് വൃക്ക വിൽപ്പന നടത്തിയതാണ്. അതിനെല്ലാം ഇടനിലക്കാരനായി നിന്നത് ബെന്നി എന്നയാളാണ്. കരൾ ദാനം ചെയ്താൽ 50 ലക്ഷം രൂപ നൽകാം എന്ന് പറഞ്ഞു. ബെന്നി മറ്റ് 50ഓളം ആളുകളെയും സമാനമായ രീതിയിൽ ഇരകളാക്കിയിട്ടുണ്ട്. അതായത് അവയവ കച്ചവടം നടത്തി പണം സമ്പാദനം നടത്തിയിട്ടുണ്ട് എന്നതായിരുന്നു യുവതിയുടെ വെളിപ്പെടുത്തൽ. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ അതിനുശേഷം പിന്മാറിയതിനു ശേഷം ഭർത്താവും ഈ ഇടനിലക്കാരനും ചേർന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ഈ അവയവം വിൽക്കണം അല്ലെങ്കിൽ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തി എന്നുമാണ് നെടുമ്പോൽ സ്വദേശിയായ യുവതി പറയുന്നത്. അതിൽ ആരോപണ വിധേയനായ ബെന്നി പറയുന്നത് താൻ ഈ യുവതിയുടെ ഭർത്താവിൻ്റെ സുഹൃത്ത് മാത്രമാണ്. ആ നിലയ്ക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് തനിക്കറിയാം, അതല്ലാതെ ഏതെങ്കിലും നിലയ്ക്ക് പണം വാങ്ങാനൊന്നും ശ്രമിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ ഒന്നിൽ കൂടുതൽ സംഭവങ്ങളിൽ ഇതേ ഇടനിലക്കാരനായ ഈ പേരാവൂരിലെ പെരുന്തോടി സ്വദേശിയായ ബെന്നി, ഇപ്പോൾ വയനാട് കാട്ടിക്കുളത്ത് താമസിക്കുന്ന ഇദ്ദേഹം നിരവധി കേസുകളിൽ സമാനമായി ആരോപണ വിധേയനായിട്ടുണ്ട്. ഇപ്പോൾ ഒരു കേസ് കേളകം പോലീസ് ബെന്നിക്കും ഈ യുവതിയുടെ ഭർത്താവിനുമെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ വീട്ടിൽ അതിക്രമിച്ച് കിടക്കൽ, വധഭീഷണിയും, SC/ST അട്രോസിറ്റീസ് ആക്ട് അങ്ങനെയുള്ള വകുപ്പുകളൊക്കെ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതിൽ പക്ഷേ ഈ വൃക്ക വിൽപ്പനയുമായി ബന്ധപ്പെട്ട ആരോപണം FIR-ൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈ യുവതി പറയുന്ന പ്രകാരം അതിനൊക്കെ രേഖകളുണ്ട്. ആദ്യം ഭർത്താവിൻ്റെ വൃക്ക വിൽപ്പന നടത്തിയതാണ്. അതുകൊണ്ട് 29-കാരിയായ യുവതിയെയും ഇവർ തന്നെ സമീപിക്കുന്നു. പിന്നീട് ഭർത്താവും ഈ പണമോഹത്തിൽ പെട്ടുപോയി. അതിൻ്റെ ഭാഗമായി തന്നെ ഭീഷണിപ്പെടുത്തി. അങ്ങനെയാണ് കൊച്ചിയിലേക്ക് പോകുന്നത്. അങ്ങനെ കൊച്ചിയിലെത്തി ഈ താൽക്കാലിക മേൽവിലാസം അവിടെ ഉണ്ടാക്കി. അതോടുകൂടി കണ്ണൂർ സ്വദേശിയാണ് എന്ന വിവരങ്ങളെല്ലാം മറച്ചുവെച്ചു. അങ്ങനെ ഇതിന് ഇരയാക്കാൻ തന്നെ ശ്രമിച്ചു. ഒടുവിലാണ് താൻ പിന്മാറിയത്. ഇപ്പോഴും ഭീഷണി തുടരുകയാണ് എന്നാണ് യുവതി പറയുന്നത്. പേരാവൂർ DYSPയുടെ നേതൃത്വത്തിൽ ഈ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. താങ്ക് യു സജു ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.